കാസർഗോഡ് കോട്ടിക്കുളത്ത് അടച്ചിട്ട വീട്ടിൽ ആയുധങ്ങൾ കണ്ടെത്തി. ബേക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജാക്കന്മാർ ഉപയോഗിച്ചതെന്ന് കരുതുന്ന വാളുകൾ അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തുവാക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. പാലക്കുന്ന് കോട്ടിക്കുളത്താണ് അടച്ചിട്ട കെട്ടിടത്തിൽ പുരാവസ്തു എന്ന് കരുതുന്ന ആയുധങ്ങൾ കണ്ടെത്തിയത്. 8 വർഷം മുൻപ് അന്തരിച്ച വ്യവസായി മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. ബേക്കൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 8 വാളുകളും 3 തോക്കുകളും കസ്റ്റഡിയിലെടുത്തു. പോലീസും ജില്ലാ ഭരണകൂടവും റിപ്പോർട്ട് പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതോടെ ഇതിന്റെ നിജസ്ഥിതി, കാലപ്പഴക്കം എന്നിവ കണ്ടെത്താനാകും. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ വിദഗ്ധർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. രാജഭരണ കാലത്തേതെന്ന് തോന്നിപ്പിക്കുന്ന ആയുധങ്ങൾ ആയതിനാലാണ് ഇവ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീടിനോട് ചേർന്നുള്ള പ്രത്യേക കെട്ടിടത്തിൽ ആയുധങ്ങൾ കൂടാതെ പുരാതന സംഗീത ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ഭരണികൾ, വിവിധതരം കുപ്പികൾ, പഴയകാലത്തെ ഫോൺ, ത്രാസ്, കളിപ്പാട്ടങ്ങൾ, വിദേശ നിർമ്മിത ചിത്രങ്ങൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പുരാവസ്തു ശേഖരണത്തിൽ കമ്പമുള്ള ആളായിരുന്നു മുഹമ്മദ് കുഞ്ഞി എന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ പറയുന്നു. അതായത് ഇത് പറഞ്ഞെങ്കിൽ അവർ ഗൾഫിൽ നിന്ന് കാർ വരുന്ന സാധനമാണ്. എത്ര കൊല്ലം മുമ്പ് ഇങ്ങനെ സാധനം വന്നിട്ട് അവർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അത്ര തന്നെ അവർക്ക് പഴയ വസ്തുക്കൾ ഇങ്ങനെ അവിടുന്ന് കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞത് അവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടൊന്നുമില്ല. അവിടുന്ന് കിട്ടുന്നത് അവർ കൊണ്ടിട്ട് കാർ കൊണ്ടിട്ട് ഇവിടെ വെക്കും. പ്രവാസിയായിട്ട് കുറെ വന്നിട്ട് ഏകദേശം എന്ന് പറഞ്ഞെങ്കിൽ കുറച്ചായി. എനിക്ക് കുറച്ച് പിന്നെ മറട്ടെ പോയി. അവരുടെ ഒരു പള്ളിയുണ്ട് അവിടെ, പാലക്കുന്നിലെ റൗണ്ട് പള്ളി ഇവരതാണ്. അപ്പൊ അവർ ഇങ്ങനെ ചെടികളും കാര്യങ്ങളും ഇങ്ങനത്തെ എല്ലാം കുറച്ച് ഇതാക്കിയിട്ട് ഇതാക്കും. അത്ര അങ്ങനെ ഇതാണ് അവർക്ക് സൂക്ഷിക്കുന്ന ഇങ്ങനെ ആ ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളറിയാവില്ല, ഇങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അയൽവാസിയാണ്, നമ്മളറിയില്ല ഇങ്ങനത്തെ ഒരു സംഭവമില്ല. കാണാറിങ്ങനെ നമ്മൾ വരും, ഇവിടുന്ന് കാണും, ഇതെല്ലാം ചെയ്യും. പിന്നെ അങ്ങനെ കാണാനും വരില്ല. അമ്മ അങ്ങനത്തെ ഒന്നുമില്ല. സാധനം വരും, നമുക്ക് വണ്ടിയിലെ വരും സാധനം അവർക്ക്. അവർ അങ്ങനത്തെ ഒരു ഇത് നമുക്കറിയും. പ്രവാസിയായതിനു ശേഷമാണ് മുഹമ്മദ് കുഞ്ഞി ശേഖരണം വിപുലീകരിച്ചത്. 2017 ഇദ്ദേഹം മരണപ്പെട്ടതോടെ കെട്ടിടം അടച്ചുപൂട്ടി. ഇയാളുടെ 2 മക്കൾ വിദേശത്താണ്. സംഭവത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കുന്ന്.